ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് തുടക്കക്കാർക്ക് വീട്ടിലിരിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അതായത് താറാവ് വളർത്തൽ എന്നാണ് ഈ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. താറാവ് വളർത്തലിലൂടെ വീട്ടമ്മമാർക്കും ആൾക്കാർക്കും എങ്ങനെ ഒരു കുറച്ച് തുക അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ താറാവ് വളർത്തലിലെ തീറ്റ കൊടുക്കുന്നതും തീറ്റ കാണിക്കാൻ പറ്റില്ല. തീറ്റ ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവരെ വളർത്തുന്നതും ചെറുപ്പം മുതലേ വളർത്തുന്നതും എത്ര രൂപയ്ക്കാണെന്നും തീറ്റ കാശും സ്ഥലം എന്നിവയാണ് ഇതിൽ കുറിച്ച് ഈ താറാവ് വളർത്തലിനെ കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ താറാവിനെ കുറിച്ച് അറിയാം. അപ്പോൾ നമ്മൾ ഇവിടെ താറാവുകളിലൂടെ വിശ്രമിക്കുന്നുണ്ട്. താറാവിനെ വളർത്താനായിട്ട് സ്ഥലം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥലം അധികം പോരെ. ഇതൊരു 5 സെൻറ്റിൻ്റെ സ്ഥലത്ത് 5 സെൻറ്റിന് ഇരിക്കുന്ന സ്ഥലത്ത് ഇത്ര ഭാഗങ്ങൾ കേട്ടോ. അവിടെ തൊട്ട് പിന്നെ ഇവിടെ തൊട്ട് ഇവിടെ കൂട്, പിന്നെ ഇപ്പുറത്തൊരു കൂടുണ്ട്, പിന്നെ ഇവിടെ ഒരു പോണ്ടിൻ്റെ സ്ഥലം ഉണ്ട്. അപ്പോൾ ഇത്ര തന്നെയാണ് നമ്മുടെ സ്ഥലമുള്ളൂ. പിന്നെ താറാവിനെ കയറ്റണ 2 സ്ഥലങ്ങളാണ്. ഒന്നിവിടെ, ഒന്ന് അത് അവിടെ വലിയതും ഇവിടെ ചെറുതും. എല്ലാവരും ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയ താറാവുകളാണ്. നമ്മുടെ ആൺതാറാവ് ഇത് ഒരു ആൺതാറാവാണ്. അവിടെ പോകുന്നുണ്ട് ഒരു ആൺതാറാവ്. പിന്നെ ഇവിടെ അടിയിൽ ഇരിക്കേണ്ട ഒരു ആൺതാറാവ്. ഇപ്പോൾ 2 ആൺതാറാവ് അതിൻ്റെ. ഇപ്പോൾ താറാവ് വളർത്തുമ്പോൾ ഈ 20 താറാവ് ഉണ്ടെങ്കിൽ അതിൽ 4 3 താറാവുകൾ ആൺതാറാവുകൾ മതി. അല്ലെങ്കിൽ അതിൻ്റെ മുട്ടയിൽ കരുവിന് വ്യത്യാസമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാങ്ങിച്ചിരിക്കുന്ന താറാവുകൾ വലുതായിട്ട് വാങ്ങിച്ചിട്ടുള്ളതല്ല. ചെറുപ്പം മുതലേ ഡയോളിൽ കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സ്ഥലം നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ 3 മണിക്ക് ആ ഒരു ഭാഗമാണ് തോന്നുന്നത് കണ്ടിട്ട്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഡയോളിൽ ചിക്സിനെ വാങ്ങിച്ച് കൊണ്ടിട്ടുള്ളത്. ഇപ്പം എല്ലാം ഏകദേശം പൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഉണ്ട്. അല്ലാതെ ഇപ്പോൾ കുളി കഴിഞ്ഞിട്ട് അതിൻ്റെ ചിറക് ചിക്കിമാതി ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ച് കോഴികളുണ്ട്. ഇവിടെ കോഴിയുടെ അടുത്ത് സ്നേഹം പ്രാപിച്ചിരിക്കുന്ന താറാവുണ്ട്. കോഴിയെടുത്ത് മുട്ടിയിരിക്കുകയാണ് താറാവ്. ചിലത് ഇതിൽ നല്ല പ്രായമുള്ള താറാവുകളുണ്ട്. നമ്മൾ മുമ്പേ വാങ്ങിച്ചു വന്നിട്ടുള്ള താറാവുകളുണ്ട്. അതായത് ഒരു 2-3 ഉണ്ട്. ഈ കാണിക്കുന്നത് വിഗോവയാണ്. ഇത് വിഗോവനാണ് താറാവ്. വിഗോവിൻ്റെ 2 വിഗോവുണ്ട്. അതായത് ഒരു പെടത്താറാവും ഒരു ആൺതാറാവായിട്ടാണ്. പിന്നെ കുറച്ച് കോഴികളും ഉണ്ട്. കോഴികളൊക്കെ അടവയ്ക്കുന്നുണ്ട്. മറ്റു കോഴികളുണ്ട്. പിന്നെ ചിലതൊക്കെ ഇതിനടിയിൽ മുട്ടയിട്ടേക്കും താറാവുകൾ. നമ്മൾ രാവിലെ അടിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ 10 മുട്ടയ്ക്കാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ മുട്ട പറക്കണ വീഡിയോ ഒക്കെ നമുക്ക് ഉടനടി വരുന്നതാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനിൽ നോക്കി വെച്ചാൽ നമ്മൾ ഇടുന്ന വീഡിയോ ഒക്കെ എല്ലാ ദിവസങ്ങളും വരുന്നതാണ്. പിന്നെ അവിടെ വാതിലിൻ്റെ അവിടെ കണ്ട വാതിലിൻ്റെ അപ്പുറത്തൊക്കെ താറാവ് മുട്ടയിട്ടേക്കുന്നുണ്ട്. കാണിച്ചു തരാം. അതിനോടിൽ താറാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് മുട്ടയിടാനല്ല, അത് വെറുതെ ഇരിക്കുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഫ്ലൈൻ്റെക്ക് ഒരു ആണും പെണ്ണും. അവർക്കും പിന്നെ വിഗോവ ആണും പെണ്ണിനും മുട്ടയിടാനുള്ള 2 കൂടാണ്. നമ്മുടെ ഫ്ലൈൻ്റെക്ക് മുട്ടയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മുട്ടയിടൽ കഴിഞ്ഞു. ഫ്ലൈൻ്റെക്ക് മുട്ടയിട്ടത് അതിനടിയിലാണ് ഫ്ലൈൻ്റെക്ക്. അവിടെയാണ് ഫ്ലൈൻ്റെക്ക് മുട്ടുന്നത്. അവിടെ ഒരു കോഴിക്കുഞ്ഞ് ഇരിക്കുന്നുണ്ട്. അതൊരു കോഴിക്കുഞ്ഞ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഒരു പ്രായമേറിയ ഒരു ആൺതാറാവും, പിന്നെ ഒരു വലിയ വിഗോവ ആൺതാറാവും, പിന്നെ വിഗോവ പെൺതാറാവുള്ളത്. വിഗോവൾ ഇപ്പോൾ മുട്ടയിടുന്നുണ്ട്. പിന്നെ കുറച്ച് കോഴികളുണ്ട്, നാടൻ കോഴികളാണ്. ഇതിൽ ഒരു കോഴി അതിൽ ഇപ്പോൾ വീഡിയോ കട്ടായി പോയതാണ്. അപ്പോൾ ഒരു കോഴി മാത്രം ഒരു പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു കോഴിയാണ്. അതിൽ 5 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആകെ 1 മാറി. പിന്നെ എന്താ പറയുന്നത്, നമുക്ക് അവർക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് നന്നായി മുട്ടയ്ക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വാഴയുടെ പിള്ളി നന്നായി അരിഞ്ഞിട്ട് കൊടുത്താൽ നന്നായി മുട്ടയിടും. നമുക്ക് കൊടുക്കുന്നത് ലെയർ മാഷും പിന്നെ ചോളത്തവിടുമാണ് കൊടുക്കുന്നത്. അവിൽത്തവിട് കൊടുക്കാറുണ്ട്. പക്ഷേ അവിൽത്തോട് ഇപ്പോൾ നല്ല വിലയാണ്. പക്ഷേ അവർക്ക് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ നമുക്ക് നമ്മൾ കുളത്തിൻ്റെ ഭാഗത്തേക്ക് പോവാം. ഇത് അവർക്ക് നമ്മൾ ഉണ്ടാക്കിയൊരു കുളമാണ്. ഇതിൽ ടാർപ്പായ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ടാർപ്പായ ഷീറ്റ് ഇട്ട് കൊടുക്കട്ടെ എന്നുള്ളതുകൊണ്ട് അതിൽ മണ്ണൊക്കെ വന്നാൽ അത് ടാർപ്പായ ഷീറ്റ് എടുത്ത് കളയാൻ പറ്റും. അങ്ങനത്തെ വിധത്തിലാണ് താറാവുകളെ ഇവിടെ നിന്നിട്ടാണ് കുളിക്കുന്നത്. ഇവിടെ കയറി നിന്നിട്ട് കുളിക്കാനുള്ള സൗകര്യമാണ്. അവിടെ ആൺതാറാവും പെൺതാറാവൊക്കെ ഇല്ലേ. പിന്നെ അവിടെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവിടെ ചാത്തങ്ങോളിനെ കൂട്ടിനിട്ടില്ല. ഇവിടെ
അവിടെ ഒരു മുട്ടയ്ക്ക് അടയിരിക്കും ഒരു കോഴിയുണ്ട് കണ്ടോ. അത് നമ്മളെ കണ്ട ഇങ്ങനെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ കോഴി മുട്ടയിടാനിരിക്കുന്നതാണ്. ഇത് അടയിരിക്കുന്നില്ല, ഇത് അടയിരിക്കുന്നതാണ്. ഇത് അടിയത്തെ മുട്ടയിടാനിരിക്കുന്നതാണ്. ചാത്തൻ കോഴിനെ നമുക്ക് വേറൊരു കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടില്ലാന്ന് തോന്നുന്നത്. പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളെ നമ്മൾ വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ നിൽക്കുന്നതും ഈ നിൽക്കുന്നതും നമ്മൾ ചെറിയ താറാവുകളാണ്. ഇപ്പോൾ വലുതായി വന്നിട്ടുള്ളൂ. അതിന് 2 പെടത്താറാവും 4 ആൾത്താറാവും ഉണ്ട്. പിന്നെ നമ്മുടെ കൂടെന്ന് പറയുന്നത്, നമ്മുടെ കൂട് ഇതിൻ്റെ മേൽഭാഗത്ത് കൂടുണ്ട്. ഇതിൻ്റെ മേൽഭാഗത്ത് കൂടാണ് നമ്മളിവിടെ നിന്ന് മുറിച്ചിട്ട് ഇത് വെച്ചതാണ്. ഇതൊരു 4 കള്ളി കൂടാണ്. ഇതിൽ വരുന്നത് ഇതിന് കളക്കത്തിനിടാനൊക്കെ ഉപയോഗിച്ചിരുന്ന കൂടാണ് കേട്ടോ. ഇപ്പോൾ കളക്കില്ല, നമ്മൾ കൊടുത്തു വേണ്ട. പിന്നെ ഇവിടെ 2 കൂടുണ്ട്. ഇവിടെ നമ്മൾ താറാവുഞ്ഞുങ്ങളെ കൊണ്ടിരുന്ന കൂടായിരുന്നു. പിന്നെ ആ കൂടുകൾ, പിന്നെ അവിടുത്തെ കൂട് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം നമ്മുടെ താറാവ് എന്ന് പറയുന്നത്, താറാവിന് നമ്മൾ അധികം വെള്ളം നന്നായി ക്ലീനാക്കണം. ചോളത്തവിടെ അവിലത്തവിടെ കുറേ വർഷം നന്നായി കൊടുത്താലേ മുട്ടറുന്നുള്ളൂ. നമ്മുടെ താറാവ് ഇപ്പോൾ 13 എല്ലാം മുട്ടിട്ട് തുടങ്ങുന്നുള്ളൂ. എല്ലാം ഫുള്ളും മുട്ടിട്ട് തുടങ്ങിയില്ല. ചെറിയ താറാവും ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അവർ മുട്ടിട്ട് തുടങ്ങുന്നുള്ളൂ. പിന്നെ ആൺതാറാവുകൾ കുറച്ച് മതി. നമ്മൾ പിന്നെ ഈ തീറ്റ മാത്രം എന്ന് വെച്ചാൽ നമ്മുടെ ജയോള ചിപ്സിനെ ഇവർക്ക് കൊടുത്തിരുന്നതാണ്. ഇവരെ ചെറുപ്പത്തിൽ വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ ഇവിടെ വാഴത്തടികൾ, അപ്പോൾ നമ്മുടെ വീഡിയോ കെട്ടായി പോയപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം. വാഴത്തടികളൊക്കെ ഇതൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ചാക്ക് കെട്ടിയൊക്കെ വെക്കണം. അല്ലെങ്കിൽ ഇവർ ഫുള്ളും വാഴകളൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോയിട്ടാൽ തിന്നും. അതൊക്കെ വേറെ പ്രത്യേകതയാണ്. പിന്നെ കോഴിക്ക് അവിടെ മുട്ടിടും, അതിനുള്ളിൽ മുട്ടിട്ട് വയ്ക്കാറുണ്ട്. ഇതാണ് നമ്മുടെ കൂടുതൽ സ്ഥലം. വീട്ടമ്മമാർക്ക് തുടങ്ങാൻ പറ്റിയ ഒരു നല്ലൊരു കൃഷിയാണ്. ഇതിൽ കുറച്ച് ഭാഗത്ത് നമുക്ക് കുളം, വലിയ കുളം അതൊന്നും വേണ്ട. ചെറിയൊരു കുഞ്ഞു കുളം മതി അവർക്ക് കുളിക്കാനായിട്ട്. അത്ര ഭാഗം നമ്മൾ ചെയ്ത് കൊടുത്താൽ അവർ മുട്ടയിട്ട് നമുക്ക് തരുന്നതാണ്. പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ നന്നായി ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉപകാരപ്പെട്ടെന്ന് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.